ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രീരാ വ്ളോഗ്സ്. നമ്മൾ ഇന്നൊരു കുഞ്ഞു അണ്ണാറക്കണ്ണനെ പരിചയപ്പെടുത്താൻ പോവുകയാണേ. എന്ത് ക്യൂട്ടാലേ കാണാൻ, ആര് കണ്ടാലും നോക്കിപ്പോവും. പിന്നെ ഇവരുടെ ചിൽ സൗണ്ട് കേൾക്കാനും നല്ല രസമാണ്. ഇവൻ എന്നും നമ്മുടെ വീട്ടിൽ വരും. ഇവൻ കുഞ്ഞാണ്. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലത്തെ ഇലഞ്ഞി മരത്തേലാണ് ഇവൻ്റെ കൂട്. ഇവൻ താഴോട്ട് ഇറങ്ങി വന്ന അപ്പോൾ കേൾക്കാം മേലെ ചിൽ സൗണ്ട്. അമ്മ പോവല്ലേ പോവല്ലേ എന്ന് പറയുമായിരിക്കും. പക്ഷെ ഇവൻ പോക്കിരി ഉണ്ടോ കേൾക്കുന്നു. താഴോട്ട് ഇറങ്ങി വന്ന് ഈ ഭിത്തിയിൽ ഇങ്ങനെ നിൽക്കും. ഇത് നമ്മുടെ വീടിൻ്റെ അപ്പുറത്തെ ബിൽഡിങ്ങിലെ ഭിത്തിയാണ്. അവിടാണ് ഇവൻ്റെ സ്ഥിരം സ്ഥലം. നിങ്ങളുടെ വീട്ടിലൊക്കെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം എന്താ ചെയ്യുക? ഒന്ന് കമൻറ്റ് ചെയ്യാവോ? എൻ്റെ വീട്ടിൽ എന്താ ചെയ്യാന്ന് അറിയോ? എൻ്റെ അമ്മ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം തന്നെ ബ്രഷ് ചെയ്ത് കയ്യും കാലും മുഖവും എല്ലാം കഴുകിയിട്ട് സിറ്റ് ഔട്ടിൽ വിളക്ക് കത്തിച്ച് വെക്കും. വിളക്ക് കത്തിച്ച് കഴിഞ്ഞാൽ നേരെ കിച്ചണിൽ പോയിട്ട് അമ്മ എന്ന് ചോറ് വെച്ച് കഴിഞ്ഞാലും ഉച്ചയ്ക്ക് ചോറ് വെച്ച് കഴിഞ്ഞാലും ആദ്യത്തെ ഒരു പിടി ചോറ് മാറ്റി വെക്കും. അത് പക്ഷിമൃഗാദികൾക്കുള്ളതാണ്. ഈ പക്ഷിമൃഗാദികൾ കഴിച്ചിട്ട് മതി നമ്മൾ കഴിക്കുക എന്നുള്ള മെൻറ്റാലിറ്റിയാണ് എൻ്റെ അമ്മയ്ക്ക്. അപ്പം അമ്മ എന്ത് ചെയ്യും? ഈ ഉച്ചയ്ക്ക് എടുത്തു വെച്ച ചോറ് എടുത്തുകൊണ്ട് പോയിട്ട് കിളികൾക്ക് കൊണ്ടു കൊടുക്കും. ഒരുപാട് കിളികൾ വരും കേട്ടോ. കിളികൾ മാത്രമല്ല, അണ്ണാറക്കണ്ണനും വരും. ആ സമയത്ത് അവിടെ ഒരു ബഹളമയമാണ് കേട്ടോ. ഭയങ്കര അടിയായിരിക്കും. ഒരു കിളി വന്ന് കുത്തുന്നു, അപ്പം അടുത്ത ആൾ ചാടുന്നു, അടുത്ത ആളെ ഓടിക്കുന്നു, അതിൻ്റെ ഇടയിലോട്ട് അണ്ണാറക്കണ്ണൻ വരുന്നു. നല്ല രസമാണ് കേട്ടോ അത് കാണാൻ. ഒരു ദിവസം ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, ലൈവ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടിട്ടുള്ളവർക്കതറിയാം. അതിലൊരു അണ്ണാറക്കണ്ണൻ്റെ കുഞ്ഞാണിത്. അത് നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെയാണ് ഇതിൻ്റെ കൂടുള്ളത്. എനിക്കും ഇഷ്ടമാണ് എല്ലാവരെയും പോലെ കൂട്ടിലിട്ട് വളർത്താൻ. കുഞ്ഞുനാളിൽ ഞാനും വളർത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്കും ഉണ്ടായിരുന്നു ഒരു അണ്ണാൻ. കുറേ കാലം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ അവൻ ഓടിപ്പോയി. ചാട്ടക്കാരനായിരുന്നു, അതുകൊണ്ട് അവനങ്ങ് പോയി, നമുക്ക് കിട്ടിയില്ല. ആ സമയത്ത് നമ്മൾ തത്തയെ വളർത്തുമായിരുന്നു. പിന്നെ കിറുങ്ങണത്തി എന്ന് പറഞ്ഞൊരു പക്ഷിയുണ്ട് കേട്ടോ, അതിനെ വളർത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ വീട്ടിലൊന്നിനെയും വളർത്താറില്ല കേട്ടോ. നമ്മുടെ മഹാകവി വള്ളത്തോൾ പറഞ്ഞതുപോലെ ബന്ധുര കാഞ്ചനക്കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരില്ലെന്ന് കേട്ടിട്ടില്ലേ? അത് മനസ്സിലായതിനു ശേഷം ഞങ്ങൾ വീട്ടിൽ ഒന്നിനെയും വളർത്താറില്ല. സ്കൂളുള്ള ദിവസമാണ് കല്യാണിക്കുട്ടി റിച്ചോണ്ടൊന്ന് നേരത്തെ എഴുന്നേൽക്കുന്നത്. അതല്ലെങ്കിൽ നല്ലോണം ലേറ്റായിട്ട് എണീക്കുന്നത്. അപ്പോൾ നേരത്തെ എഴുന്നേറ്റാലേ നമുക്ക് ഈ കിളികളുടെ കരച്ചിലും ചെമ്പരത്തിയിൽ തേൻ കുടിക്കാൻ വരുന്ന കുഞ്ഞു കിളികളെയൊക്കെ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യമേ ഞാൻ എഴുന്നേറ്റ് വരുമ്പോഴേ ഞാൻ പറയും, പുറത്ത് പോയിട്ട് എത്ര പൂവ് ഇന്ന് വിരിഞ്ഞു എന്നൊന്ന് പോയി നോക്കിയേ, എത്ര കിളികൾ കരഞ്ഞു നോക്കിയെന്ന് പറഞ്ഞിട്ടാണ് അവനെ ഞാൻ വെളിയിലോട്ട് വിടുന്നത് തന്നെ. അങ്ങനെയാണ് അവൻ്റെ ആ ഉറക്കമൊക്കെ പോയി അവൻ ഉഷാറായിട്ട് വരുന്നത്. ഞാൻ പറഞ്ഞു ഒരുപാട് കാട് കയറിപ്പോയല്ലേ. എങ്കിൽ ഞാൻ പറയാൻ വന്ന കാര്യം ഇച്ചിരി ചുരുക്കത്തിൽ പറയാവേ. ഞാൻ ചുമ്മാ ഇങ്ങനെ മുറ്റത്തോട്ട് ഇറങ്ങിയതാ. അപ്പോൾ പതിവ് പോലെ ഇവനെ ഞാൻ കണ്ടു. എന്നാൽ ഓക്കെ, ഇന്നലത്തൊരു ദിവസം ഇവൻ്റെ വീഡിയോ ആയിക്കോട്ടെ എന്ന് കരുതി ഞാൻ ഇവനെ വീഡിയോ ഒക്കെ എടുത്തു. എന്നെ കണ്ടതുകൊണ്ടാണെന്ന് തോന്നുന്നു ആൾക്ക് ഭയങ്കര പേടിയായി കേട്ടോ. വീഡിയോ ഒക്കെ ആണ് എന്ന് പറഞ്ഞത് കൊണ്ടാണോ എന്നറിയത്തില്ല. ഞാൻ ചുമ്മാ ഇങ്ങനെയൊക്കെ പറഞ്ഞു, വീഡിയോ എടുക്കാൻ പോവുകയാണ്, നീ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങ്. പക്ഷേ ആള് കേൾക്കത്തൊന്നും ഇല്ലല്ലോ, നമുക്കറിയാമല്ലോ. എന്നാലും ഞാൻ കുറേ ചിൽ സൗണ്ടും എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ അവൻ്റെ ശ്രദ്ധ ആകർഷിപ്പിക്കാൻ നോക്കി. പക്ഷെ അവൻ എന്നെ അത്ര മൈൻഡൊന്നും ചെയ്തില്ല കേട്ടോ. ആൾ പേടിച്ചു, എന്നെ കണ്ടതും ആൾ പേടിച്ചു. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. അങ്ങനെ പല ആംഗിളിലും പോയി ഞാൻ ഫോണും പിടിച്ചു നിന്നു ഇവൻ്റെ മൂമെൻറ്റ്സ് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഈ ഒരു കുഞ്ഞണ്ണാറക്കണ്ണൻ്റെ മൂമെൻറ്റ്സ് കിട്ടാൻ വേണ്ടി ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഫോൺ പിടിച്ചിരിക്കുമ്പോൾ ഒരു കുഞ്ഞു ബേബീസിൻ്റെ ഫോട്ടോഷൂട്ട് നടത്താൻ വേണ്ടിയിട്ട് ആ ഫോട്ടോഗ്രാഫേഴ്സ് എത്ര കഷ്ടപ്പെടുന്നുണ്ടാവുമല്ലേ. അവരുടെ ആ കണ്ണിൻ്റെ മൂമെൻറ്റ്സും എല്ലാം ഒന്ന് നല്ല രീതിയിൽ നല്ല ചിരിയൊക്കെ ഒന്ന് കിട്ടാൻ അവരെ സമ്മതിച്ചു കൊടുക്കണം കേട്ടോ. അപ്പം ഞാനത് ചിന്തിച്ചു പോയി. പക്ഷെ ഞാൻ എത്ര കഷ്ടപ്പെട്ടു, ഈ അണ്ണാറക്കണ്ണൻ്റെ മൂമെൻറ്റ്സ് ഒന്നും എനിക്ക് കിട്ടിയില്ല കേട്ടോ. ഒരേ പോസിൽ ഒരുപാട് നേരം ഒരുപോലെ നിന്നതുകൊണ്ടാവാം എനിക്ക് പെട്ടെന്ന് മടുത്തു. ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി ഞാൻ നിൽക്കുന്നില്ല കേട്ടോ, ഞാൻ പോവാണ്, നീ നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യുന്നു. അപ്പോഴത്തേക്കും അപ്പുറത്ത് ഇലഞ്ഞ മരത്തിൽ നിന്ന് ചിൽ സൗണ്ട് വീണ്ടും കേൾക്കുന്നുണ്ട്, ഭയങ്കര ഉച്ചത്തിൽ. മിക്കവാറും അത് അവൻ്റെ അമ്മയായിരിക്കും. മര്യാദയ്ക്ക് നീ വീട്ടിൽ വന്നോ എന്നായിരിക്കും അവൻ്റെ അടുത്ത് പറയുന്നത്. അവൻ ചിലപ്പോൾ എന്നെ പേടിച്ചിട്ടായിരിക്കും പോവാത്തത്. അങ്ങനെയും വരാമല്ലോ, അതാണല്ലോ അതിൻ്റെ ഒരു രീതി. കാരണം ഇവൻ കുഞ്ഞാണല്ലോ, എന്നെ കണ്ടിട്ടാലും മനസ്സിലായില്ല, ഇതാരും പുതിയ ഒരാൾ, ആദ്യമായിട്ടാണല്ലോ വരുന്ന എന്നെ കാണാൻ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. സാധാരണ ഞാൻ അവനെ കാണുമ്പോൾ അവൻ എന്നെ ശ്രദ്ധിക്കാറില്ല, ഞാൻ മാറി നിന്നാ കാണാറ്. ഇതിപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് പോയി നിൽക്കുക. ഇങ്ങനെ ഓരോ അടി മുന്നോട്ട് വെച്ച് പോകുമ്പോഴും അവൻ ഇങ്ങനെ കാതിങ്ങനെ കൂർപ്പിച്ചെന്നെ നോക്കുന്നുണ്ട്. പക്ഷെ അവൻ അനങ്ങുന്നൊന്നുമില്ല, അവിടെ ഇങ്ങനെ നിൽക്കുക.
പക്ഷെ എനിക്ക് മടുത്തത് കൊണ്ട് ഞാൻ നോക്കി ടാറ്റ ബൈ പറഞ്ഞ് ഞാനങ്ങ് പോകാൻ വേണ്ടി തിരിഞ്ഞതും അതാ വരുന്നൊരു കള്ളപ്പൂച്ച. അവൻ്റെ കണ്ണ് കണ്ട് അറിയാം കള്ള ലക്ഷണമുണ്ട്. അവൻ ഇവനെ പിടിക്കാൻ വന്നതാ. നമുക്കത് മനസ്സിലാവും. അവൻ്റെ പാത്തും പതുങ്ങിയുള്ള വരവ് കണ്ടാലേ അറിയാം ഈ കുഞ്ഞണ്ണാറ കണ്ണൻ്റെ കാര്യം പോക്കാണ്. എനിക്കത് മനസ്സിലായതുകൊണ്ട് ഞാൻ അവനെ ഓടിക്കാൻ നോക്കി. പക്ഷെ ഞാൻ എത്ര ഓടിച്ചിട്ടാൻ പോകുന്നില്ല കേട്ടോ. നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുക. എന്നിട്ട് ഞാൻ അവിടെ കിടന്നൊരു കമ്പ് എടുത്തിട്ട് അവനെ ഓടിച്ചു. ഈ ബഹളത്തിൻ്റെ ഇടയ്ക്ക് അണ്ണാറക്കണ്ണൻ പേടിച്ചിട്ട് മതിലിലോട്ട് ചാടി നേരെ ഇല്ലെങ്കിൽ മരത്തിലോട്ട് ചാടാനായിരിക്കും അവൻ്റെ പ്ലാനിങ്. പക്ഷെ അവൻ തെറ്റിപ്പോയി കേട്ടോ. അവൻ അവിടെ നിന്ന് മതിലിലോട്ട് ചാടി. ആ ചാടി വന്നത് നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ പൂച്ചയുണ്ടല്ല സുട്ടുവിൻ്റെ വായിലോട്ടാണ്. സുട്ടു അവിടെ കാത്തു നിൽക്കുന്ന കാര്യം ഞാൻ കണ്ടില്ല. അത് കണ്ടതും എനിക്കറിയത്തില്ല, എനിക്ക് എന്തോരം വിഷമമായി എന്നുള്ളത്. സുട്ടു അവനെ ക്യാച്ച് ചെയ്ത് ഓടി. എനിക്കിങ്ങനെ അവൻ്റെ വായിൽ നിന്ന് പിടിക്കാൻ പറ്റുന്നത് ഞാൻ ശരിക്കും സങ്കടപ്പെട്ടു. എനിക്ക് ഒരു നിമിഷം എൻ്റെ മൈൻഡ് ബ്ലാങ്ക് ആയിപ്പോയി. സ്പോട്ടിൽ തന്നെ സുട്ടു അണ്ണാറക്കണ്ണനെ പിടിച്ചുകൊണ്ട് സുട്ടിൻ്റെ വീടിൻ്റെ ബാക്കിലോട്ട് ഓടി. ഞാനും പുറകെ ഓടി. എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് അണ്ണാറക്കണ്ണനെ രക്ഷപ്പെടുത്തി. പക്ഷെ എനിക്ക് കിട്ടിയില്ല കേട്ടോ. അവൻ കാട്ടിലോട്ട് ഓടിപ്പോയി. കുറേ നേരം ഞാനും അവിടുത്തെ വീട്ടിലെ ആൻറ്റിയും കൂടെ അവനെ തപ്പി, പോച്ചയിലൊക്കെ തപ്പി. പക്ഷെ കിട്ടിയില്ല. എന്ന് ഞാൻ ഓർത്തു എന്തായാലും പേടിച്ചു പോയി. ഇനി നമ്മുടെ വീട്ടിലോട്ട് എന്തായാലും അവൻ വരത്തില്ല എന്നും കരുതി ഞാൻ തിരിച്ചു വന്നു. കുറേ നേരം, എനിക്ക് തോന്നുന്നു ഇതൊരു 3:30-4 മണി സമയത്ത് നടന്ന സംഭവമാണ്. ഒരു 6:30 ആയപ്പോഴേക്കും അപ്പുറത്തെ വീട്ടിലെ ആൻറ്റി അണ്ണാറക്കണ്ണനെ പിടിച്ചുകൊണ്ട് വരുന്നു. സുട്ടു വീണ്ടും ഇവനെ ക്യാച്ച് ചെയ്ത് പിടിച്ചു. ഞങ്ങൾ കണ്ടതുകൊണ്ട് രക്ഷപ്പെട്ടതാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടു തന്നു. അണ്ണാറക്കണ്ണനെ കണ്ടത് എനിക്ക് ഒത്തിരി സന്തോഷമായി കേട്ടോ. പാവം രക്ഷപ്പെട്ടല്ലോ. പക്ഷെ വാലിലെ രോമമൊക്കെ പോയി കേട്ടോ. മൊത്തം രോമം പോയി. നമ്മുടെ എലിയുടെ വാല് കൂട്ടായി അണ്ണാറക്കണ്ണൻ്റെ വാല്. എന്നിട്ട് എൻ്റെ കയ്യിൽ നിന്നൊരു ചാട്ടം ചാടി അകത്തോട്ട് പോയതാ. പിന്നെ അവനെ കണ്ടില്ല. അകത്തുനിന്ന് എനിക്ക് തോന്നുന്നു സൺഷെയ്ഡോ എയർഹോൾ വഴി അവൻ പുറത്തു പോയി കാണും. ഞങ്ങൾ എല്ലാ റൂമും അടിച്ചു പെറുക്കി നോക്കിയിട്ട് അണ്ണാറക്കണ്ണൻ അകത്തുണ്ടായിരുന്നില്ല. അങ്ങനെ അവൻ എവിടെയോ പോയി. പിന്നെ ഇതുവരെ അണ്ണാറക്കണ്ണനെ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു അവൻ ഈ വീടിൻ്റെ പരിസരത്തേ കാണൂലെന്ന്. കാരണം അത്രയ്ക്ക് അവൻ അന്നത്തെ ദിവസം കൊണ്ടൊരു പേടിച്ചു. ഞാൻ എപ്പോഴും നോക്കും കേട്ടോ. അണ്ണാറക്കണ്ണൻ്റെ ചിലക്കൽ കേട്ടാൽ ഞാൻ ഇറങ്ങി വന്ന് നോക്കും. പല രോമം പോയ അണ്ണാറക്കണ്ണനാണ് നമ്മുടെ കുഞ്ഞല്ലയോ, നമുക്ക് കണ്ടറിയത്തില്ലേ. അപ്പം അതും അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇതുവരെ എങ്ങും കണ്ടില്ല കേട്ടോ. എങ്ങോ പോയി രക്ഷപ്പെടട്ടെ പാവം. എന്തായാലും വേറെ കാര്യമായ പരിക്കുകളൊന്നും അവനുണ്ടായിരുന്നില്ല. അത് തന്നെ മഹാഭാഗ്യം. അങ്ങനെ ഇന്നത്തെ അണ്ണാറക്കണ്ണൻ്റെ കഥ ഇവിടെ തീരുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കണം എൻ്റെ അണ്ണാറക്കണ്ണന് വേണ്ടിയിട്ട്. എവിടെയെങ്കിലും പാവം സന്തോഷത്തോടെ ജീവിച്ചു പോയിക്കോട്ടെ. മറ്റ് ജന്തുക്കളൊന്നും പിടിക്കാതെ നല്ല ഉശിരുള്ള ഒരു അണ്ണാറക്കണ്ണനായിട്ട് തന്നെ അവൻ വളരട്ടെ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇനി അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ ടാറ്റാ ബൈ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബെല്ലൈക്കൺ അമർത്തിയാൽ മാത്രമേ എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ. അതും ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ചെറിയ കമൻറ്റ് ആൻഡ് ലൈക്ക്. ഓക്കെ ടാറ്റാ ബൈ.